ഡൈ ചെയ്യാതെ തന്നെ മുടി കട്ടക്കറുപ്പാകും കേട്ടോ. നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഈ പറയാൻ പോകുന്ന 2 ഇൻഗ്രീഡിയൻറ്റ് കലക്കി തേച്ചാൽ മതി. സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു നാച്ചുറൽ ഡൈ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൈ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ, ഒരുപാട് മുടി നരച്ചവർക്ക് ഇത് പ്രയോജനപ്പെടത്തില്ല. 1-2 മുടി, അതായത് ഒരു 5-6 മുടിയൊക്കെ നമ്മളുടെ ഫ്രണ്ട് പോർഷനിൽ നരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നരയെ ഒളിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ഡൈ സഹായിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഇന്നത്തെ കാലത്ത് ഒരു 12 വയസ്സാവുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് മുടി നരച്ച് തുടങ്ങാറുണ്ടല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ അത് ഒരു 50 വയസ്സിന് മുകളിലാണ് അപ്പോൾ അതായത് വയസ്സാകുന്ന സമയത്ത് നരച്ച് തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ്, അത് നമ്മൾ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ, അതുപോലെ തന്നെ പോഷകങ്ങളുടെ കുറവ്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 12 വയസ്സാവുമ്പോൾ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് മുടി നരച്ച് തുടങ്ങാറുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ നിറത്തിനെ കട്ടക്കറുപ്പോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡൈ ആണ് ഇത്. ഈ ഒരു ഡൈയിൽ ഹെന്നയോ നീലാമരിയോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ വെറുതെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് വലിച്ചു കളയുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഒരേ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം മതി. വെറും കഞ്ഞിവെള്ളം അല്ല കേട്ടോ, നല്ല കുറുക്കിയ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ തലേ ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്താലും നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. മുടി നല്ല രീതിയിൽ വളർന്നു വരാനും അതുപോലെ തന്നെ താരൻ കൺട്രോൾ ചെയ്യാനും സ്കാൽപ്പിൽ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല സിൽക്കി കണ്ടീഷൻ നൽകാനും സോഫ്റ്റ്നെസ്സും ഷൈനസ്സും നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം. അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയ നമ്മുടെ കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകത്തിനെ പറ്റി പറയേണ്ട കാര്യമില്ല. മുടി കറക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള കാലം മുതലേ എണ്ണ കാച്ചുന്ന സമയത്ത് അതിലുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കരിഞ്ജീരകം എന്ന് പറയുന്നത്. മുടി കറുപ്പിക്കുക മാത്രമല്ല കേട്ടോ, മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ കരിഞ്ജീരകം സഹായിക്കും. അപ്പോൾ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിഞ്ജീരകവും കഞ്ഞിവെള്ളവും സഹായിക്കും. കരിഞ്ജീരകം ഒരു 4-5 സ്പൂൺ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിലേക്ക് ഈ 3-4 സ്പൂണ് കരിഞ്ജീരകം ഇട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്കയുടെ പൊടി അല്ല എങ്കിൽ നെല്ലിക്ക ഉണക്കിയതുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അല്ല എങ്കിൽ നമ്മുടെ പച്ച നെല്ലിക്കയിലും മതി. നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഏത് രീതിയിലാണുള്ളത് ആ രീതിയിൽ എടുക്കാവുന്നതാണ്. പച്ചക്കാണെങ്കിൽ പച്ച, അല്ല എങ്കിൽ ഉണക്കിയതെങ്കിൽ ഉണക്കിയത്, പൊടിച്ചതെങ്കിൽ പൊടിച്ചത്, ഏത് രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2 സ്പൂണും, അല്ല എങ്കിൽ നെല്ലിക്കയാണ്, അതായത് പച്ച നെല്ലിക്ക ഉണക്ക നെല്ലിക്കയാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ ഒരു 7-8 നെല്ലിക്ക കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഈ പ്രോസസ്സ് എല്ലാം ചെയ്യേണ്ടത് രാവിലെയാണ് കേട്ടോ. ഇനി ബാക്കി വരുന്ന പ്രോസസ്സ് ചെയ്യേണ്ടത് വൈകിട്ട്, അതായത് നമുക്ക് അടച്ചു വെച്ച് അതിനെ റിയാക്ട് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പ്രോസസ്സ് രാവിലെ ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് വൈകിട്ട് ചെയ്യുക. ഇനി വൈകിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലെ ജാറിലാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഞവരയില, അതായത് പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തലനീരിറക്കം, അതുപോലെ തന്നെ ജലദോഷം എന്നിവ ഉള്ളവർക്ക് ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഞവരയില ഇതിലേക്ക് ഇടാൻ പറയുന്നത്. അതായത് നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സാധനമാണ്. അത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കുളിർമ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ജലദോഷം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ അലോവേരയാണ്. അപ്പോൾ അലോവേരയും പനിക്കൂർക്കയും കഞ്ഞിവെള്ളവും കരിഞ്ജീരകവും എല്ലാം നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഈ സാധനങ്ങൾ തന്നെ മതി. നമ്മൾ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ മതി. നാച്ചുറൽ അലോവേരയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് 2 സൈഡും കീറിയതിന് ശേഷം നമ്മളതിലെ ഒരു മഞ്ഞ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ, അത് മാറ്റിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ചിലപ്പോൾ ആ സൊല്യൂഷൻ ഉപയോഗിക്കുന്ന ചില ആൾക്കാർക്ക് ഇച്ചിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. കാരണം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഉണ്ട്, അതുപോലെ തന്നെ അലോവേര കുറച്ച് ജെല്ലി ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്യാതെ തന്നെ ഇത് അരച്ചെടുക്കേണ്ടതാണ്. അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഈ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം അടച്ചു വെക്കണം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കണം. പിറ്റേ ദിവസം രാവിലെ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നരച്ച മുടി എവിടെയാണോ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്ത്
ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ കെമിക്കൽ ഡൈ ഈട് നിൽക്കുന്നത് പോലെ ഇത് ഈട് നിൽക്കത്തില്ല. ഇത് ടെമ്പററി ഡൈ ആണ് കേട്ടോ, പെർമനൻറ്റ് ഡൈ അല്ല. പെർമനൻറ്റ് ഡൈ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കെമിക്കൽ ഡൈ തന്നെ വാങ്ങി അടിക്കേണ്ടി വരും. കെമിക്കൽ ഡൈ വാങ്ങി അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ 1-2 മുടിയൊക്കെ നരച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കെമിക്കൽ ഡൈ വാങ്ങി അടിക്കുന്നത്. പക്ഷേ അത് ബാക്കിയുള്ള മുടിയെ കൂടെ വെളുപ്പിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മൾ കെമിക്കൽ ഡൈയെക്കാളും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ഡൈ തന്നെയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് ബൈ ബൈ.